ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടും മെറ്റൽ, ഓയിൽ, ഗ്യാസ്, ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളുടെ പിൻബലത്തോടെ ഇൻഡെക്സ് വീക്കിലി ബേസിസിൽ 1.5% ഉയർന്ന് 26,000-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയതും ചൈനയുടെ എക്കണോമിക് സ്റ്റിമുലസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി ബൈയിങ്ങും വരും സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി നിലനിർത്തും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. വരുന്ന ആഴ്ച പല പ്രധാനപ്പെട്ട ഡേറ്റകളും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് PMI ഡേറ്റ, മന്ത്ലി ഓട്ടോ സെയിൽസ് നമ്പർ, US ജോബ് ഡേറ്റ, ഫെഡ് ചെയർമാനായ ജെറോം പവലിൻ്റെ സെപ്റ്റംബർ 30 സ്പീച്ച് തുടങ്ങിയവ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകളാണ്. സെപ്റ്റംബർ 30 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയതിന് ശേഷം ജെറോം പവൽ മീഡിയയെ ഫേസ് ചെയ്യുകയാണ്. കൂടാതെ വരും സമയങ്ങളിൽ 2 പോളിസി മീറ്റിംഗിൽ 100 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അമേരിക്കയുടെ ഇൻഫ്ലേഷനും എംപ്ലോയ്മെൻറ്റ് ഡേറ്റയും മനസ്സിലാക്കി സന്തുലിതാവസ്ഥയിലുള്ള ഒരു റേറ്റ് കട്ടാണ് ഫെഡ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 30 ജെറോം പവലിൻ്റെ സ്പീച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ചില എക്കണോമിക് ഡേറ്റ വരാനുണ്ട്. US, ചൈന, ജപ്പാൻ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ സർവീസ് ആൻഡ് PMI ഡേറ്റയാണ് പുറത്തു വരാനുള്ളത്. ഇസ്രായേലിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വളരെ രൂക്ഷമാവുകയാണ്. ഇസ്രായേൽ എയർ സ്ട്രൈക്ക് മൂലം ഹിസബുള്ള എന്ന ഇറാൻ ബേസ്ഡ് ഗ്രൂപ്പിൻ്റെ ലീഡർ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയും ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ ഇടിവ് വരികയും ചെയ്തു. ബ്രന്റ് ക്രൂഡ് 3.66% ഇടിഞ്ഞ് $71.95 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇടിയുന്നത് ഇന്ത്യ പോലുള്ള ഓയിൽ ഇമ്പോർട്ട് നേഷൻസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഡൊമസ്റ്റിക് എക്കണോമിക് ഡേറ്റകൾ കൂടി പുറത്തു വരാനുണ്ട്. സെപ്റ്റംബർ മാസത്തെ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് PMI ഡേറ്റ ഒക്ടോബർ 1 ഒക്ടോബർ 4 പുറത്തു വരും. കൂടാതെ സെപ്റ്റംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റ ഒക്ടോബർ 1 പുറത്തു വരും. ഓട്ടോ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ പ്രമുഖ OEMകളായ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ്, ഹീറോ മോട്ടോർ കോർപ്പ്, ഏഷ്യർ മോട്ടോർ, TVS മോട്ടോർ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മീഡിയം ടേം പോയിന്റ് ഓഫ് വ്യൂ നിഫ്റ്റി ഒരു കോഷ്യസ് ലെവലിലാണ്. മന്ത്ലി RSI ഓവർബോട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡെയിലി വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി വീക്കിലി ക്യാൻഡിൽ പാറ്റേണിലും ചാർട്ട് പാറ്റേണിലും ഓവർബോട്ടിൻ്റെ സിഗ്നലുകൾ തന്നെയാണ് ലഭിക്കുന്നത്. ലോങ് ഷോർട്ട് റേഷ്യോയും 80 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റകളെല്ലാം മീഡിയം ടൈമിൽ ഇൻഡെക്സിൻ്റെ വ്യൂ കോഷ്യസായി നിലനിർത്തുന്നെങ്കിലും ഷോർട്ട് ടൈമിൽ പുറത്തു വരുന്ന പോസിറ്റീവ് ഫാക്റ്റുകൾ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിച്ചേക്കാം. 26,500 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,800, 26,300 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ 3,933 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെപ്റ്റംബർ മാസത്തിൽ നെറ്റ് ബയറായിട്ടാണ് തുടർന്നത്. 22,404 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച 15,962 കോടി രൂപയുടെ ബൈയിങ്ങും ടോട്ടലി സെപ്റ്റംബർ മാസത്തിൽ 24,212 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തി. ഇനി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ഇതുവരെ ഫോളോ ചെയ്തു വന്ന ബിയറിഷ് ട്രെൻഡിൽ നിന്നും മാറി ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറുന്നതുമായ 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. 325, 330 തുടങ്ങിയ റേഞ്ചുകളിൽ ബേസ് ഫോം ചെയ്തതിന് ശേഷം 360 എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി മാറിക്കഴിഞ്ഞു. ഇവിടെ നിന്നും 375, 385, ഈവൻ 390 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. 330 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റായി മാറിക്കഴിഞ്ഞു എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പെർഫെക്റ്റ് ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും. 497 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 525, 520 തുടങ്ങിയ റേഞ്ചുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 520 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 550 എന്ന ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. ബോട്ടം ലെവലിൽ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ വരുന്ന സമയത്ത് തന്നെ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. 440 രൂപയുടെയോ 450 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്